കണ്ണൂർ പള്ളിക്കുന്നിൽ വീട്ടുകിണറ്റിലെ വെള്ളത്തിന് നിറം മാറ്റവും രൂക്ഷഗന്ധവും എന്ന പരാതി. ചാത്തോത്ത് വീട്ടിൽ സുരേന്ദ്രനും കുടുംബവുമാണ് ദുരിതത്തിലായത്. വെള്ളത്തിൽ ഡീസലിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം. കുടിവെള്ളം മുട്ടിയതോടെ പോലീസിലും കോർപ്പറേഷനിലും പരാതി നൽകിയിരിക്കുകയാണ് വീട്ടുകാർ. അഭിജിത്ത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട്. പള്ളിക്കുന്നിലുള്ള സുരേന്ദ്രന്റെ വീട്ടിലെ കിണറാണിത്. ഈ കിണറ്റിലെ വെള്ളത്തിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിറം മാറ്റവും മണവും അനുഭവപ്പെടുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ രൂക്ഷമായ ഒരു ഗന്ധം, ഡീസലിന്റെ ഗന്ധം നമുക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വീട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണോ ഇങ്ങനെ? അതെ, ഒരു 4 ദിവസം മുമ്പിൽ ഇങ്ങനെ മണക്കാൻ തുടങ്ങിയേനു. പക്ഷെ എവിടെ നിന്നാണ് മണക്കുന്നത് നമുക്ക് തിരിഞ്ഞിട്ടില്ല. 2 ഡേയ്സ് ബാക്കാണ് ഇത് നമ്മളെ കിണറ്റിൽ തന്നെയാണ്. അപ്പോഴത്തേക്ക് ആ കിണറ്റിലെ വെള്ളം മാറിന് ഫുൾ ടോപ്പിൽ ആ ഗോൾഡൻ കളർ പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഡീസലിന്റെ ഒരു മണാണല്ലേ ഉണ്ടാവുന്നത്? ഡീസലിന്റെ മണം സ്ട്രോങ്, ഫുൾ വീട്ടിൻ്റെ ഉള്ളിലും അയൽവാസികൾക്കും എല്ലാം മണക്കുന്നുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ടാവും, കാരണം കുടിവെള്ളത്തിന് ഉൾപ്പെടെ വെള്ളമില്ല. ബ്രീത് ചെയ്യുന്ന പോയിസൺ നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാൻ പോകും. ലോങ് റണ്ണിൽ എന്തെല്ലാം സൂക്കേട് വരാൻ പോകുന്നത് കണ്ടറിയണം. ഇല്ല, ഈ കുടിവെള്ളത്തിനൊക്കെ ഇപ്പൊ എവിടെയാണ്? തൊട്ടടുത്ത വീട്ടിലൊക്കെയാണോ? നെയ്ബേഴ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ അടുത്ത വീടുകളിലൊന്നും ഈ പ്രശ്നമില്ല? വെള്ളം ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. കാര്യമായിട്ട് ആരടിക്കുമില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ നിങ്ങളൊരു കരുതുന്നത്? എന്താണ് ഇപ്പൊ അടുത്ത് എവിടെയെങ്കിലും പെട്രോൾ പമ്പോ അങ്ങനെ എന്തെങ്കിലും? മെയിൻ റോഡിൽ ജയിലിന്റെ പെട്രോൾ ബങ്ക് ഉണ്ട്, അതാണ് നമ്മൾ സംശയിക്കുന്നത്. വേറെ എവിടുന്നും ഇത് വരാൻ ചാൻസ് ഇല്ല. അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു? എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓർ വന്ന് നോക്കിയിട്ടുണ്ട്, ഹെൽത്തിൽ പോയിട്ടുണ്ട്. ഇന്നിപ്പം കലക്ടർക്കെല്ലാം കൊടുക്കണം കംപ്ലൈൻറ്റ്. എന്താ വേണ്ടത്, IOCക്കും കംപ്ലൈൻറ്റ് കൊടുക്കണം. ഏതായാലും ഇതുപോലെ തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീസലിന്റെ രൂക്ഷമായ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് ശേഖരിച്ച ഈ കിണറ്റിൽ നിന്ന് നമ്മൾ എടുത്ത വെള്ളമാണിത്. അതിന്റെ മുകളിൽ തന്നെ നമുക്ക് കാണാം ഒരു പാട പോലെ കാണുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ തീപ്പെട്ടിയൊക്കെ കത്തിച്ചിട്ടപ്പോൾ അവിടെ നിന്ന് തീ ആളുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇവർ കൂടുതൽ കോർപ്പറേഷനിലൊക്കെ പരാതി നൽകും എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് പരാതി കൊടുക്കാൻ പോകും. സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് വി കുൻ ഡു എനിത്തിങ്. സോ ഇന്നിപ്പോൾ രാവിലെ 10 o'clock എല്ലാവരുടെയും കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വെള്ളം എന്നുള്ളത് ഏറ്റവും വെള്ളമല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. അത് ഇത്ര നല്ല വെള്ളം ഉള്ളത്, അത് ഇനി നമുക്ക് എത്ര കൊല്ലം യൂസ് ചെയ്യാൻ പറ്റൂല. വി കാണ്ട് യൂസ് ദിസ് വാട്ടർ അഗെയിൻ. ഓക്കെ, ഏതായാലും ഇവരിപ്പോൾ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. നിലവിൽ ഈ ഒരു കിണറ്റിലെ വെള്ളത്തിന് മാത്രമാണ് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത്. സമീപത്ത് എവിടെയും അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. കുറച്ചപ്പുറത്ത് മാറി ഒരു പമ്പുണ്ട്, ഈ ജയിലിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്ന് ലീക്ക് ചെയ്ത് വന്നതാണോ എന്നുള്ളൊരു സംശയം കൂടി ഇവർ ഏതായാലും പ്രകടിപ്പിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.